അങ്ങനെ രാവിലെയായി, കുളിയൊക്കെ കഴിഞ്ഞു, കിളികളുടെ നാദമൊക്കെ കേൾക്കാൻ തുടങ്ങി. നല്ല രസമാട്ടോ ഇവിടെ രാവിലെ. പക്ഷേ ഈ മരങ്ങൾ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാടം കാണാൻ നല്ല രസമാണ്. ഇതാ മുത്തശ്ശി വന്നു. ആനക്കുട്ടിയുടെ സെറ്റും ഉണ്ടാണെന്ന്. അത് നടന്നോളൂ മുത്തശ്ശി, കുഴക്കാം നമുക്ക്. മുത്തശ്ശി ഈ പൊടി അങ്ങനെ കുഴച്ചുണ്ടാവില്ലേ അല്ലേ? മുത്തശ്ശീനെ വറുത്ത് പൊടിച്ചല്ലേ ഉണ്ടാവില്ലേ? ഇത്ര നനച്ചാ പോരെ? അതെന്താ അതുകൊണ്ടുള്ള ഗുണം എന്താ? അങ്ങനെ നല്ല വെട്ടി തിളയ്ക്കുമ്പോ ശരി, അങ്ങനെ ഇതിലൊന്ന് വേവണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്നാല് എന്താ, വലിയ പാത്രം വേണോ? വേണ്ടല്ലോ, ചെറുത് വരെ ഇതിന്. ഈ പാത്രം മതി, നോക്കി നോക്കൂ. ഈ സ്റ്റീൽ പാത്രം മതിയാവോ? ആ വലുത് മേലത്തെ, ആ താഴത്തെ അല്ല, അതിന്റെ താഴത്തെ അത് അത് മതിയില്ലേ? അപ്പൊ ആ പാത്രത്തിലാണ് നമ്മളിന്ന് കുഴക്കണത്. അപ്പൊ കുഴക്കാൻ ഈ പാത്രം മതിയാവില്ല? ആയിക്കോട്ടെ. എന്നാ മുത്തശ്ശി വരുമ്പോ മറ്റേ സേവാനാഴി കൂടെ കൊണ്ടുവോ തിരിക്കണത്? ചോറ് തിളച്ചു. ഈ ചോറ് എടുത്ത് വെക്കട്ടെ. ആ ഇത് എത്ര ആൾക്ക് കഴിക്കാൻ പറ്റും മുത്തശ്ശി? ഒരു പാക്കറ്റ് കൊണ്ട്? ആ, കാരണം ഇത് ഓരോ ബ്രാൻഡ് ഓരോ പോലെയല്ലേ അല്ലേ? തികയായിരിക്കില്ലേ ഇവിടെ ഉള്ളവർക്ക്? അതാ സംശയം. പൊടി കാണുമ്പോ അതെ. അതിൽ തന്നെ ഉപ്പിടുക. നീ എന്തേലും ചട്ടുകം അങ്ങനെ എന്തെങ്കിലും വേണോ ഇളക്കാൻ? ആ, 5 വിരൽ. ഇതാ 5 വിരൽ. ഇതാണ് മുത്തശ്ശി 5 വിരൽ പറയണത്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ചട്ടുക ഉണ്ടെങ്കിൽ പറയണേ. നമ്മള് ചോറിനൊക്കെ എന്തായാലും മുത്തശ്ശി എടുക്കല്. ഇന്നലെ എന്റെ ചാനലിലും വീഡിയോ ഇട്ടപ്പോഴേ മുത്തശ്ശീനെ കാണാനായിട്ട് എത്രയോ കമന്റ്. മുത്തശ്ശി എല്ലായിടത്തേക്കും ഓടി എത്തണ്ടേ അല്ലേ? എല്ലായിടത്തേക്കും എത്തണ്ടേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇനി ഇവരുടെ ഒരു അരിപ്പൊടി ഉണ്ട് മുത്തശ്ശി, അതുകൊണ്ട് നമ്മൾ എന്താ ഈ അരിപ്പൊടി കൊണ്ട് എന്താ ഉണ്ടാക്കുക? അല്ല, അരിപ്പൊടി വേറെ ഉണ്ടെന്നാട്ടോ. ഇത് അപ്പം, ഇടിയപ്പം പൊടി. പിന്നെ വേറെ പാക്കറ്റ് അരിപ്പൊടി മാത്രം ഇതുണ്ട്. അല്ല, പുട്ടുപൊടി വേറെ ഉണ്ട്. അതാക്കി മനസ്സിലാഞ്ഞ്. അരിപ്പൊടി ഇത് വെറും അരിപ്പൊടി ആവില്ലേ? പൊട്ടിച്ച് നോക്കുമ്പോ അറിയാമോ? ആ അതെ. ഇത് കുറച്ചേരം ഇരിക്കട്ടെ. ആ, അപ്പൊ അതാ ഞാൻ എന്ത് ചെയ്യുന്നു. ഇനി നമുക്ക് ഇടിയപ്പത്തിനുള്ളത് ആക്കി വെച്ച് പോയതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്താ. പക്ഷെ എന്താ അറിയോ, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അമ്മ നാളികേരം ചിരവാൻ വേണ്ടി പോയപ്പോ വീഡിയോ എടുക്കാൻ ആളുണ്ടായില്ല. അതെ, അതാണ് ഉണ്ടായത്. അതെ,
നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ? അതെ നല്ലതുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇരുന്നൊന്ന് മയം വന്നു കഴിഞ്ഞാ ഒന്ന് ലേശം കുറച്ച് മതി. എന്നാ പിന്നെ ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം, നാളികേരം ഫുള്ളാക്കാം. ഇവിടെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണത്. ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം, നാളികേരം ചിലവുള്ളത് ഫുള്ളാക്കണം. പിന്നെന്താ, ഇഡലി പാത്രം തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലിങ്ങനെ അല്ല തപ്പണ്ട ആവശ്യമില്ല അമ്മു. ഞാൻ വെച്ച സ്ഥലം അമ്മുന് കാണിച്ചു തരാൻ വരൂ. ആയിക്കോട്ടെ. ഇവിടെ അവിടെയല്ല അവിടെയല്ല അവിടെയല്ലേ, ഇതാ ഇവിടെ ഇതായിരിക്കണം. ഇവിടെ ഉണ്ടല്ലേ. അതൊക്കെ ഞാനൊക്കെ സെറ്റാക്കി വെച്ചതാ. അമ്മേ ഇനി ഒന്ന് കഴുകിയ ഒന്നും കൂടെ കഴുകിയാ മതി. എനിക്ക് ഈ മെഷീൻ ഉണ്ടല്ലോ നമ്മളെ ഈ തിരിക്കണത്, അതെനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് വയ്യ. മറ്റേ നമ്മളെ എന്താ പറയാ ഇതിലില്ലേ ഷെഡില് നമ്മള് ഓർഡറിന് വണ്ടിയില്ലേ തിരിക്കണ വണ്ടി, അതിന്റെ എനിക്ക് നല്ല എളുപ്പാ. അതെ ഇത് അത്ര ഇങ്ങോട്ട് വശമില്ല. അപ്പൊ നമ്മൾ അച്ഛൻ എത്തി അമ്പലത്തിന്ന്. അച്ഛൻ അതാ അമ്പലത്തിന്ന് വന്നു, കടയിൽ പോയി വന്നു അല്ലേ. കിഴങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മു. പിന്നെ ഞാൻ ഇന്ന് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പയ്ക്ക് അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിലേക്ക്, ശശിയേട്ടൻ വരുമ്പോ ഒരു കയ്പയ്ക്കും കൂടി കൊടുത്തയക്കണേന്ന്. അതെ നാളികേരൊക്കെ അരച്ചിട്ട്. അതിലച്ഛനെ കാണാണ്ടോ? ഇതാ അച്ഛൻ. വ്ളോഗർ അമ്മയുടെ അച്ഛണ്ട്. ഇന്ന് ഞാൻ അമ്പലത്തിലെ പായസം. അപ്പൊ കിഴങ്ങും കയ്പയ്ക്കും. എന്നാ വേഗം കിഴങ്ങും വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനിതാ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം വാഷ് ചെയ്തു, എന്നിട്ട് ഇതാ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു സംഭവത്തിനാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അപ്പൊ അതാ ഇത് ഒക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വേവിക്കട്ടെ. വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കാണിക്കാം അല്ലേ. ഒരു വിസിൽ വേണോ രണ്ട് വേണോ? രണ്ടായിക്കോട്ടെ അല്ലേ. അപ്പൊ ക്യാരറ്റ് ഇതാവോ? ഇല്ല 2 വിസിലാകുമ്പോ ഇല്ല, രണ്ടായിക്കോട്ടെ. കിഴങ്ങുള്ളതാണല്ലോ. നമുക്കിത് തിരിക്കാം. അതെ അപ്പൊ രണ്ടെണ്ണം. അമ്മ ക്യാമറ എടുക്കുമ്പോ എങ്ങനെയാ വെച്ചാ അങ്ങനെ നിക്കും, അതാ പ്രശ്നം. ഓരോരുത്തർ വർത്തമാനം പറയുമ്പോ അങ്ങനെ കാണിക്കില്ല, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ കുഴപ്പം. അതെ, ഒരു ന്യൂസ് കണ്ടപ്പോഴേ മുത്തശ്ശി പേടിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കൂ അമ്മു എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ആ പേപ്പർ ഇല്ല. മാതൃഭൂമി നമ്മള് മനോരമ വാങ്ങണേ, മുത്തശ്ശി മാതൃഭൂമിയാണ് വാങ്ങണത്. അപ്പൊ രണ്ടിലെ വിവരങ്ങളും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് മാറ്റി വായിച്ചു നോക്കാലോ. നമ്മൾ ഇനി നല്ല രീതിയിൽ ഇങ്ങനെ തിരിക്കും അമ്മു. അതെ തിരിക്കാണ്. ഞാൻ തിരിക്കുമ്പോ അമ്മ ആരെ എടുക്കണതമ്മേ, എന്താ അമ്മ അവിടൊക്കെ. അതല്ല ഞാൻ ഇതിങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മള് കുഴച്ച്. അതെ അമ്മ അങ്ങോട്ടേ കാണിക്കണതേ, ആൾക്കാരല്ല കാണിക്കണത്, അതാ പ്രശ്നം. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ എങ്ങനെ ഒട്ടിപ്പിടിച്ചാലോ. ഞാൻ പറയുമ്പോ മാവിലും കുറച്ചാക്കും നല്ല. ആക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല, എന്നാ റെഡി ആയി കിട്ടും. എന്നാലും ഇതിലൊക്കെ ഒന്ന് തേക്കാം. അപ്പൊ ഞാൻ ഒന്ന് ഇതാക്കട്ടെ കേട്ടോ. എന്താക്കാണ്? കുറച്ച് വെള്ളം കുടിക്കട്ടെ. ആയിക്കോട്ടെ. ഇപ്പൊ കണ്ണേട്ടൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പൊ പറയും, ഓഹോ ഇടിയപ്പമാണോ? അതെ, കണ്ണേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. കണ്ണേട്ടനല്ലേ എനിക്കല്ലേ? അല്ല കണ്ണേട്ടനും ഇഷ്ടാണ് ഇടിയപ്പം. കണ്ണേട്ടന്റെ അച്ഛനാണ് ഇഷ്ടം. അതെയോ? ഞാൻ കണ്ണേട്ടനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇല്ല അല്ലെ. ദോശ നല്ല ഇഷ്ടാ തോന്നുന്നു, നല്ല മൊരിഞ്ഞ നല്ല നെയ്യൊക്കെ ഇട്ട ദോശ. കണ്ണേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ അറിയോ? പരിപ്പ്. അത് മാത്രം മതി. പിന്നെ കണ്ണേട്ടന് ഇഷ്ടം സാമ്പാർ. അതെ. ഈ കണ്ണേട്ടൻ ആരാന്ന് ചോദിക്കണവർക്ക് മുത്തശ്ശിയുടെ ചാനല് 1 മില്യൺ ആവട്ടെ, അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞുതരാം. നമ്മ 4 ഉണ്ടല്ലോ ഒരാൾ കഴിക്കുള്ളൂ. നമുക്കതിൽ ഫുള്ളാക്കാം, പിന്നെ വേണ്ട രീതിയിലാണ്ട് എടുത്താ മതിയല്ലോ. അതെ അതെ. ഇതെന്താ അറിയോ, ഇതില് കറന്ന് കളിച്ചിട്ടേ എനിക്ക് തിരിക്കാൻ പറ്റില്ല, ഒരു വഴുക്കല് പോലെ അല്ലേ. ഇന്ന് നമ്മള് മുത്തശ്ശിയുടെ ചാനലില് അമ്മയുടെ സ്പെഷ്യൽ കയ്പയ്ക്ക എന്താണ് മൊളോഷിയോ അല്ലല്ല കയ്പയ്ക്ക പുളിങ്കറി. പുളിങ്കറി എന്ന് പറഞ്ഞാൽ നാളികേരൊക്കെ അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ കിഴങ്ങ് വാങ്ങിയപ്പോ അച്ഛനോട് ഒരു കയ്പയ്ക്ക, ഒരു വലിയ കയ്പയ്ക്കും കൂടി വാങ്ങാൻ പറഞ്ഞു.
ഇത് ഒരു ചന്ദന എന്ന് പറഞ്ഞൊരു മോളുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു വാട്സപ്പില് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും പ്രസീജ് ചേച്ചി ഒന്ന് ആ കയ്പയ്ക്കക്കറി ഒന്ന് കാണിച്ചു തരുമോ വീഡിയോ ഇട്ടിട്ട് എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടും ചെയ്യും, എല്ലാവർക്കും കാണാലോ. അവര് പാവയ്ക്കാന്ന് അത്ര പറയാ, നമ്മളങ്ങോട്ട് കയ്പയ്ക്ക പറയും. അല്ല അതെ 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 അല്ല പാവയ്ക്കല്ല, അവിടെ കയ്പയ്ക്കാന്നാ പറയാ. പക്ഷെ പാവയ്ക്കാന്നാണ് ഒരുവിധം എല്ലാരും പറയാറ്. നമ്മളവിടെ കയ്പയ്ക്ക. വലിയ ഈസി അല്ല. നമുക്ക് കൽച്ചട്ടിയിൽ ഉണ്ടാക്കി കാണിക്കാം അല്ലേ ഇന്ന്? അതെ, അത് മെരിക്കോ? ആ ചെറുത് റെഡി ആയിണ്ടല്ലോ. അതെ, കാണിക്കാം. നമ്മള് തേങ്ങ ഇടുന്നില്ല കേട്ടോ അതിന്റെ മുകളിൽ, നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ശരിക്കും എല്ലാരും പറയും തേങ്ങ ഇട്ടാലാണ് അതിന്റെ ടേസ്റ്റ് എന്നൊക്കെ. ഒന്നാമത് അത് മാത്രല്ല അമ്മു, നമ്മള് തേങ്ങാപ്പാലോണ്ടാണ് നമ്മള് കൂട്ടാൻ ഉണ്ടാക്കണത്. അപ്പൊ പിന്നെ നമുക്ക് അതെ, അപ്പൊ പിന്നെ അത്ര ആവശ്യമില്ല. ചിലവര് പറയണ ഞാൻ കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നാളികേരം തേങ്ങയും കൂടെ ഇട്ടാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ, ഇടാത്തത് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ചെയ്യാട്ടോ, ഓരോ രീതിയിൽ ചെയ്യാതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ. നമ്മളവിടെ നമ്മളിങ്ങനെ ഉണ്ടാക്കും. ഒന്നാമത്തെ തട്ടായി ഇതിൽ വെച്ചു. ഏത് തട്ടാ ഫസ്റ്റ് നാളെ കേട്ടോ, ഞാൻ നോക്കട്ടെ ഏതായാലും വെച്ച് നോക്കും. ഇത് ഏറ്റവും ലാസ്റ്റ്, പിന്നെ മറ്റേതാവും. ഇത് വീടാണ് ചില സമയത്ത്. പിന്നെ നമ്മൾക്ക് ഇഡലിയുടെ എണ്ണം അതിന്റെ എണ്ണ നോക്കി അറിയാൻ പറ്റും തോന്നുന്നു. ഓഹോ, അമ്മു നല്ല കുട്ടപ്പി ആക്കിയിട്ടുണ്ടല്ലോ. ഇതിപ്പോ ആകെ കൊളായി അമ്മേ. ഇത് മേലത്തെ ഉള്ളു അല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഇനി എടുത്തത് എന്ത് ചെയ്യാ അറിയാ, കുറച്ച് കുറയ്ക്കാം. അല്ലേ മുട്ടും രണ്ടും കൂടെ, അപ്പൊ പിന്നെ റൗണ്ടൊക്കെ കിട്ടാതെയാവും. അയ്യോ, ഇതിപ്പോ വിചാരിച്ചേക്കാ കൂടുതൽ ഉണ്ടല്ലേ സാധനം? സാധനം ഉണ്ടോ? ഒരാളത് പുള്ളി ഇല്ല, ഒരു 3 2 3 കഴിക്കുള്ളൂ. ഉണ്ടാവും, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ. ഇനി നമ്മളിതാ ഇഷ്ടു അതൊക്കെ ഉണ്ടാക്കാൻ പോണത്. ഈ വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. ഒരു മസാലക്കൂട്ടായിട്ടുള്ള ഒരു വെറൈറ്റി ഇഷ്ടു അല്ലേ? അതെ, വെറൈറ്റിയാണ്. വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മുന്റെ വകയാണ്. അതെ, നമ്മളെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ആയതാ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം, അല്ലേ അമ്മു കാണിച്ചോളൂ. അല്ല, എനിക്ക് ഫോണ് പിടിക്കുമ്പോ കണ്ടോ ഇങ്ങനെ നല്ല ചെറിയ ഇഴകളായിട്ട് ഇത്ര ഭംഗിയിൽ കിട്ടും വിചാരിച്ചു. നല്ല സോഫ്റ്റും ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് എന്നറിയാൻ. അപ്പൊ അതുകൊണ്ട് അമ്മ അറിയാം അമ്മയ്ക്ക് ഒരെണ്ണം കുറച്ചിട്ട് തന്നാതി. അതങ്ങനെ അത്ര മതി പിഴിഞ്ഞത്. അപ്പൊ ഇതാ നമ്മള് ഇതിലേക്ക് ഇനി കറുവപ്പട്ടയാണ് ഇട്ടോടുന്നത്. വേണ്ട, നീ മുണ്ട് ഇനി നല്ല അറിയാം അമ്മ. അപ്പൊ ഇതില് 2-3 കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ടുണ്ട്, ഗ്രാമ്പു ഇട്ടു. ഇനി നമുക്ക് ഇവിടെ ഏലക്കായ ഇല്ലാത്തോണ്ട് ഏലക്കായ മുത്തശ്ശി ഇങ്ങനെ പൊടിച്ച് വെക്കുക കേട്ടോ ചെയ്യാറുള്ളത്. ഏലക്കായ നമ്മള് വാങ്ങിയത് കഴിഞ്ഞപ്പോ തുള്ളി ഏലക്കായുടെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോള അരിഞ്ഞു വെച്ചത്. ഇതൊന്ന് വഴറ്റിട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മള് പിന്നെ ചേർക്കും. അതെ, ആദ്യം സവോള ഇടുന്നത് നമ്മള്. ഈ മോഡല് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ, അതാണ്. കഴിച്ചാലുണ്ടല്ലോ അമ്മ തന്നെ കഴിക്കും. അതെയോ? പിന്നെ അമ്മ എന്നും എന്നോട് ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയും. നല്ല ഒരു നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അതെ, ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. നമ്മള് ആദ്യമായിട്ടാണ്. അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനന്ന് കഴിച്ചിട്ടില്ല. അതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വേണം അമ്മേ. പച്ചമുളക് എടുത്തിട്ട് വരുന്ന എന്താ അതിന്റെ ആ സ്മെല്ല് അറിയോ? ഓ ഉണ്ട്. ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കാം അമ്മ വരുന്ന വരെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു മിക്സി കഴിക്കാൻ മതിയല്ലോ എന്നുള്ള എളുപ്പപ്പണിയില് ഒരു മിക്സിയുടെ ജാറിലാണ് ഇതാ. അപ്പൊ നമ്മളങ്ങനെ പേസ്റ്റ് വാങ്ങിക്കലില്ല. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയും കേട്ടോ. കുറെ നാള് വരെ കേടുകൂടാതിരിക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ റെസിപ്പി അത് നല്ലതാണ് അമ്മു, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതെ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ നല്ലോണം അരിഞ്ഞിടാം. എരിവ് ഇവിടെ പ്രധാന.
ഞാനൊന്ന് കൈ കഴുകട്ടെ, അല്ലെങ്കിൽ പണിയും നല്ല കൈയൊക്കെ നീറും. പച്ചമുളകായോണ്ട്. അതെ. ഇനി നമുക്കിത് അമ്മ ഇതിന് മാത്രം കാണിക്കല്ലോ അമ്മ, ഇനിയും കൂടെ കാണിക്കണോ? അമ്മൂനെയും കൂടെ കാണിക്കണം പറയാ. അതെ. ഞാനെന്താന്ന് വെച്ചാ അതില് പെട്ട് കഴിഞ്ഞാ പിന്നെ അതന്നെ ഞാൻ കാണിക്കുള്ളൂ. അതാണ്. ഇനിയിപ്പൊ അമ്മ ഇന്നെ കാണിക്കും. അതെ, അല്ലാതെ മാറി കാണിക്കാം. അതെ. അമ്മേ, ആ, ഇനി നമ്മളുടെ അമ്മ തോല കളഞ്ഞു വെച്ചത് എവിടെ? ഫുള്ള് തോല് കളഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പൊ കളയാം. ഇത് ശരി കിട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതെ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ക്യാരറ്റിനെ അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ബാക്കി എല്ലാ പൊട്ടറ്റോയും നമുക്കിതില് ഇടണം. ഇത് അമ്മ തോല് കളഞ്ഞതിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. അമ്മോണ് തോല് കളഞ്ഞല്ലേ? അല്ല, അമ്മേനെ കളഞ്ഞു. അമ്മ കണ്ടിട്ടുണ്ടാവില്ല, അതാവും. ഞാനാണോ? ഇല്ല, ഞാനല്ല, അമ്മ എടുത്ത്. ബാജി കറിയാണോ അമ്മോ? നോട്ട് ബാജി, സ്റ്റൂ. ഇത് നന്നായിട്ട് നമുക്ക് ഇഷ്ടൂന്റെ സ്റ്റൂ അല്ലല്ലോ? സ്റ്റൂ അതന്നെ. നമ്മളിവിടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ലേ? അതാണ് കൊച്ചി ഭാഗത്തൊക്കെ സ്റ്റൂ എന്ന് പറയാ. ആ, ശരിക്കും സ്റ്റൂ എന്നാണ് പേര്. സ്റ്റൂ. നമ്മളവിടെ ഉള്ള ഈ വള്ളുവനാട് സ്ലാങ് ആണ് ഇഷ്ടൂ. സാധാരണ എല്ലാരും സ്റ്റൂ എന്നാ പറയാ. ഇതാ നമുക്ക് ക്യാരറ്റ് ഇതിൽ നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിടാം. നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി വേണ്ടപ്പൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത് പറയൂ. നമ്മളിതാ പച്ചപ്പട്ടാണിത്തെ കുറച്ച് വെള്ളം ഒന്ന് മാറ്റട്ടെ കേട്ടോ. ബാക്കി നമ്മൾ ഇതിലിട്ടു. ഇതിന് നാളികേരപ്പാൽ ഒഴിക്കാതെ എടുത്തേക്കട്ടെ. ഇഷ്ടം എന്നാ പാത്രത്തോളൂ. കുട്ടൂനെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ പാളിപ്പോയി നാളികേരപ്പാലിന്റെ കാര്യം പറഞ്ഞപ്പോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതാ നമ്മളുടെ ഇത് 2ാം പാലല്ല, പക്ഷെ ഇത് 1ാം പാലിന്റെ ഗുണം ഉണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പാലാണ്. ഇനി ഇതിലൊന്ന് കുറുകണം കിട്ടും, നന്നായിട്ട് കുറുകിയിട്ട്. അതെ, കുറുകിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് 1ാം പാൽ ഒഴിച്ചിട്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ എല്ലാരും ഉണ്ടാക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, കുറച്ചൊരു ഗരം മസാല പൊടി ഇവിടെ മിസ്സിംഗ് ആണല്ലോ. ആ, ഗരം മസാലയുടെ പൊടി ഒരു നുള്ള് ഇടാം. പിന്നെ ബാക്കി നമുക്ക് കുരുമുളക് പൊടി, പൊടിയൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ. കാരണം നമ്മൾ മുളക് പൊടി ഇടുന്നില്ലേ കുട്ടോ, അത് സ്റ്റൂ അല്ലേ, അപ്പൊ വെളുത്തിട്ടല്ലേ കാണുക, വെളുത്തിട്ട് പാറണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ രീതിയിലാട്ടോ ആക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പ് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒന്നുകൂടെ നോക്കട്ടെ എന്നത്. ഇനി നമ്മളിതാ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഗ്യാസ് ഒരു മിനിറ്റ് അമ്മ അതൊന്ന് പിടിക്കും, എന്നാല് ക്യാമറ പിടിക്കാം. ഞാൻ കൊണ്ടുവന്ന് കഴുകി വെച്ചതാണ്, പക്ഷെ മിസ്സിങ് ആയി അമ്മ പിന്നെ ആണില്ല ഇവിടെ വെച്ചത്. ഇതാ നമ്മളിതിലേക്ക് കറിവേപ്പില ഇടുകയാണ് കേട്ടോ. വാട്ടേ കറിവേപ്പില. ഇത് ഓഫ് ചെയ്യാ. ഇനി നമ്മളുടെ 1ാം പാല്, 1ാം പാലൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട് കാണുമ്പോ. താങ്ക് യു അമ്മ, കുട്ടി. ഇത് ഇരുന്നാ ഒന്നുകൂടെ കുറുകും. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി കഴിക്കാം അല്ലേ അമ്മു? അതെ, നല്ല നല്ല തേങ്ങാപ്പാലാട്ടോ ഇത്. നല്ല പാലുള്ള തേങ്ങയാണ്. അതാ ഉദ്ദേശിച്ച് ഞാൻ പറയാൻ മാറിപ്പോയതാണ്. ഇന്ന് കഴിക്കാം, നമുക്ക് കഴിക്കാം. ഞാൻ അവിടെ നൂൽപുട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, ഇനി ഇത് നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മുവിന്റെ വകയാണ്. അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പീരീഡ്സ് ആവാനായ സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വയറുവേദന, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു. മുത്തശ്ശി
സ്കാനിങ്ങിന് പോയിട്ടുണ്ട് കേട്ടോ മുത്തശ്ശി അമ്മയും. എല്ലാവരും പറയണ്ട മുത്തശ്ശി എന്താ അങ്ങനെ ക്ഷീണിക്കണം. സംഭവം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മുത്തശ്ശി എന്തായാലും ഇപ്പം നമ്മൾ പ്രോട്ടീൻ പൗഡർ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട് മുത്തശ്ശിക്ക്. പക്ഷെ എന്താ കാര്യം എന്നുള്ളത് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം എന്ന് ഓർത്തു അമ്മയും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇന്നലെ അവർ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാനിങ് എനിക്ക് കൂടെ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തല മിന്നുക, നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എല്ലാ സ്ത്രീകൾക്കും അറിയണമല്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വരാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. അപ്പോൾ മുത്തശ്ശി ഇവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പോണേ. കാരണം നമ്മളവിടെ പെരിന്തൽമണ്ണ എത്തിയിട്ട് പിന്നെ അവർക്ക് സ്കാനിങ് സെൻറ്ററിൽ എത്തിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ പിന്നെ അച്ഛനെ വൈകിട്ട് പൂജയുള്ളതുകൊണ്ട് കാർ എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിങ്ങിണി മാമനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിണി മാമ വന്നിട്ട് ഇവരിപ്പോൾ പോയേ ഉള്ളൂ കേട്ടോ. പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യം കൂടെ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ അതോടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി വരട്ടെ. ഒന്നും ഉണ്ടാവില്ല, ടച്ച് ഫുഡ് ഗുരുവായൂരപ്പ, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുത്തശ്ശി അവിടെ ചെന്നിട്ട് മുത്തശ്ശിക്ക് എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായത്, അനുഭവം മീൻസ് എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, എങ്ങനെയാണ് സ്കാൻ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ മുത്തശ്ശിയുടെ ചാനലിൽ നാളെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.